കൊറോണ വ്യാപനത്തിന് പിന്നാലെ ജോലി നഷ്ടപ്പെട്ട നിരവധി പ്രവാസികളാണ് നാട്ടിലേക്ക് എത്തിച്ചേർന്നത്. ദുരിതങ്ങൾക്കിടയിലും പിടിച്ചുനിന്ന പ്രവാസികളെ തേടിയെത്തത് മറ്റൊരു ഞെട്ടിക്കുന്ന അറിയിപ്പാണ്. സ്വദേശവൽക്കരണം കടുപ്പിച്ചുകൊണ്ട് പ്രവാസികളെ പുറത്താക്കാൻ കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെ 60 കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ നീട്ടി നൽകില്ലെന്ന് പ്രഖ്യാപിച്ച അധികൃതർ ഇപ്പോൾ വാക്ക് മാറ്റിയിരിക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ബിരുദമില്ലാത്തവരുമായ പ്രവാസികളിൽ വിസ കാലാവധി കഴിഞ്ഞവർക്ക് 6 മാസം കൂടി വിസ നീട്ടി നൽകാൻ തീരുമാനിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ റെസിഡൻസി അഫയേഴ്സ് വിഭാഗമാണ് ഉത്തരവ് പുറത്തിറക്കിയത്. ഇവർക്ക് പ്രത്യേക ഫീസ് അടച്ച് വിസ പുതുക്കാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി നടപ്പിൽ വരാത്തതിനെ തുടർന്നാണ് താൽക്കാലിക നടപടി സ്വീകരിച്ചത്. 60 കഴിഞ്ഞവരും ബിരുദമില്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കി നൽകില്ലെന്ന തീരുമാനം കഴിഞ്ഞ ജനുവരിയിലാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് സ്വദേശികളിൽ നിന്നും പ്രവാസികളിൽ നിന്നും ഉയർന്നത്. ആയതിനാൽ അധികൃതർക്ക് ഇത് നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല. കൂടാതെ കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള യാത്രാ നിരോധനവും ഇതിന് കാരണമായിരുന്നു. മാസങ്ങളിൽ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് 2000 ദിനാർ ഫീസ് ഈടാക്കി വിസ ഓരോ വർഷത്തേക്ക് പുതുക്കാവുന്നതാണെന്ന ശുപാർശ മാനവവിഭവശേഷി അതോറിറ്റി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടത്. എന്നാൽ ഇതിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് ഇവരുടെ വിസ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസകരമാകുന്ന കാര്യമാണ് ഇത്. സ്വദേശവൽക്കരണത്തിന്റെ ഭാഗമായി 2020 സെപ്റ്റംബറിലാണ് സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസമോ അതിനു താഴെയോ മാത്രം യോഗ്യതയുള്ള വിദേശികൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന് മാനവവിഭവശേഷി അതോറിറ്റി ഉത്തരവിറക്കിയത്. 2021 ജനുവരി 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ സ്വദേശികളിൽ നിന്നും തന്നെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ നിയമത്തിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു. ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ജീവിതത്തിന്റെ സിംഹഭാഗവും ചിലവഴിച്ച ആയിരക്കണക്കിന് ആളുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പുറത്താക്കുന്നത് വിവേചനപരവും കുവൈറ്റ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും എതിരാണെന്നായിരുന്നു പ്രതിഷേധക്കാർ ഉയർത്തിയ വാദം. കലാകാരന്മാരും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെ സ്വദേശികളും വിദേശികളുമായ നിരവധി പേർ ഈ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യമായി മുന്നോട്ട് വരികയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.